ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വളരെ നിർണായകമായ വാർത്ത വരികയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നു. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, സ്വർണ്ണക്കൊള്ളയിൽ അങ്ങനെ LDF കാലത്തെ ഭരണസമിതിയും പ്രതിക്കൂട്ടിലാകുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ പ്രതിയാകും എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. നിർണായകമായ കണ്ടെത്തലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT അന്തിമ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ വരുന്നത്. K സജീഷാണ് ചേരുന്നത്. സജീഷ്, LDF കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും, അതായത് 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും പ്രതി ചേർക്കുന്നു എന്നാണോ SIT നൽകിയ റിപ്പോർട്ടിലുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? വിവിധ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2025 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് PS പ്രശാന്ത്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് കൂടി പ്രതിപ്പട്ടിയിലേക്ക് വരികയാണ്. അതിനിർണായകമായ റിപ്പോർട്ടാണ് ഇന്ന് SIT ഹൈക്കോടതിയിൽ നൽകിയ വിവരത്തിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും PS പ്രശാന്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെടുകയാണ്. 2019 തട്ടിപ്പ് മറക്കാൻ വേണ്ടി ദ്വാരപാല ശില്പങ്ങളിൽ, പാളികളിൽ സ്വർണം പൂശി, വ്യാജ സ്വർണം പൂശി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SIT റിപ്പോർട്ടുള്ളത്. 2023 തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന തുടങ്ങി എന്നും SIT റിപ്പോർട്ടിലുണ്ട്. PS പ്രശാന്തിനെതിരെ ചുമത്തിയ കുറ്റം എന്താണ് എന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. തട്ടിപ്പ് മറക്കാനാണ്, 2019 തട്ടിപ്പ് മറക്കാനാണ് പാളികളിൽ സ്വർണം പൂശിയത്. ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന കൂടി SIT ആരോപിക്കുന്നുണ്ട്. ക്രിമിനൽ ഗൂഢാലോചനയിലാണോ PS പ്രശാന്തിനെ പ്രതി ചേർത്തതെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും PS പ്രശാന്ത് കൂടി പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ ആരോപണങ്ങളായി ഉന്നയിച്ചത് പ്രശാന്തിന് നേരെയായിരുന്നു. അന്നത്തെ LDF സർക്കാർ പ്രത്യേക താല്പര്യമെടുത്താണ് പ്രശാന്തിനെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. സജീഷ്, നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ PS പ്രശാന്തിനെ സംശയനിഴലിലാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതായത് 2025 24 ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിയാൻ നീക്കം നടന്നത്. അതിന് തിടുക്കം കൂട്ടി നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകം നടന്നു. പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിലില്ല എന്നൊക്കെയായിരുന്നു കോടതി അന്ന് കൃത്യമായി നിരീക്ഷിച്ചത്. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുള്ള നിരീക്ഷണം അന്നത്തെ ഭരണസമിതിക്കെതിരെ, പക്ഷേ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരുന്നില്ല. അതാണ് PS പ്രശാന്തിന് ഇത്രയും കാലം രക്ഷയായത്. പക്ഷേ SIT നടത്തിയ അന്വേഷണത്തിൽ PS പ്രശാന്തിന് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമായി വരുന്നത്. അതായത് 2019 തട്ടിപ്പ് നടന്നിരുന്നു. ഈ ദ്വാരപാലക പാളികളടക്കം തന്നെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് മറക്കാൻ വേണ്ടി ഈ പാളികളിൽ സ്വർണം പൂശി എന്നതാണ് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഈ 2025 സ്വർണ്ണക്കൊള്ളയിൽ പ്രശാന്തിന് പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും അന്തരിച്ച മുരാരി ബാബു, മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നേരത്തെ ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് ഒരു തരത്തിലുള്ള അറിവോ പങ്കാളിത്തമോ ഈ കുറ്റകൃത്യത്തിൽ ഇല്ല എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. വളരെ സുതാര്യമായ പ്രവർത്തനമാണ്. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റായിട്ട് ഒരു പങ്കും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് PS പ്രശാന്ത് പറഞ്ഞത്. ഏതായാലും ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. PS പ്രശാന്ത് കൂടി ഈ പ്രതിപ്പട്ടിയിലേക്ക് വരുമ്പോൾ അന്നത്തെ LDF സർക്കാരും ഇടതുമുന്നണിയും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശാന്തിനെ അടിമുടി ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചത്. ഏതായാലും SIT റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം 2025 സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിൽ PS പ്രശാന്ത് വരികയാണ്. തന്ത്രിയുണ്ട്, ഒപ്പം മുരാരി ബാബു ഉണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏതാണ്ട് എല്ലാ കുറ്റങ്ങളിലും പ്രതി ചേർക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഈ പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ട്. ഏതായാലും തിരുവിതാംകൂർ അന്നത്തെ പ്രസിഡന്റായ പ്രശാന്ത് ഉൾപ്പെടെയുള്ള 7 പേരുടെ പങ്ക് വ്യക്തമാകുന്ന ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് SIT ഇപ്പോൾ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികൾ ഒത്തുചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ക്രിമിനൽ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചതെന്നും വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തതായും പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. 2019 തട്ടിപ്പ് മറക്കാൻ 2025 ദ്വാരപാളികൾ കൊണ്ടുപോയി എന്നും SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്
പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉയർന്നിരുന്നത്. 2024 സെപ്റ്റംബർ 3 തിരുവാഭരണ കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികളിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും നിറം മങ്ങിയിട്ടുണ്ടെന്നും പ്ലേറ്റിംഗ് ഇളകിയതായും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് 2024 മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ്, അതായത് നവംബർ മാസത്തിന് മുൻപ് എത്രയും പെട്ടെന്ന് പാളികൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണം എന്ന് നിർദ്ദേശം നൽകിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു സ്പോൺസർ. ശ്യാം, അപ്പോൾ PS പ്രശാന്തിന്റെ കാലത്ത് തിടുക്കം കാണിച്ചു, ഇത്രയധികം ധൃതി കാണിച്ചിട്ടും പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയില്ല. ഈ ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നു എന്ന് നേരത്തെ തന്നെ കോടതി നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ SITയുടെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ്, എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചേർത്തുകൊണ്ടാണെന്ന് വിശദമാക്കാൻ കഴിയുമോ? ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലാണ് 7 പേരെ പ്രതി ചേർത്തതായി ഹൈക്കോടതിയിൽ SIT അറിയിക്കുന്നത്. ഇവരുടെ പങ്ക് വ്യക്തമാണ് എന്ന കാര്യമാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഒന്നാമത്തേത് മുരാരി ബാബു, ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. രണ്ടാമത്തേത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറാണ്. മൂന്നാമത്തേത് പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രൊപ്പറേറ്റർ ആയ പങ്കജ് ഭണ്ഡാരി. നാലാമത്തേത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായ A അജിത് കുമാർ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്, തിരുവാഭരണം കമ്മീഷണറായ റെജിലാൽ എന്നിവരുടെ പങ്കാണ് ഹൈക്കോടതി SIT ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം, പ്രതി ചേർക്കപ്പെട്ട പ്രധാന ആളുകളാണ് ഇത്രയും ആളുകൾ. ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണോ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്? അങ്ങനെയാണ്. ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ വേണ്ടി വീണ്ടും സ്വർണം പൂശാനെന്ന വ്യാജേന വിഗ്രഹങ്ങൾ ചെന്നൈയിലേക്ക് മാറ്റാൻ സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നാണ് SIT കണ്ടെത്തുന്നത്. 2023 നവംബറിൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേറ്റയുടൻ സ്പോൺസർ അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റി സ്വാധീനം ചെലുത്തുകയായിരുന്നു എന്നുകൂടിയാണ് കണ്ടെത്തിയത്. ഇതിൽ SITയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള 7 പേരുടെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ SIT വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പ്രതികൾ ഒത്തുചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ക്രിമിനൽ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തു എന്ന കാര്യവും കൂടിയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 316(2), 316(5), 336, 61(2) എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ്, അതായത് ക്രിമിനൽ വിശ്വാസവഞ്ചന, പൊതുസേവകരോ ബാങ്കർമാരോ നടത്തുന്ന വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കലിനുള്ള ശിക്ഷ, അതായത് 336 2-ാം വകുപ്പ്, മറ്റൊന്ന് ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. BNS നിയമം അനുസരിച്ചാണ് ഇത്തരം കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ SIT കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ടത് 2 കാലഘട്ടങ്ങളിലെ ക്രമക്കേടുകളാണ്. അത് 1998 സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹങ്ങൾ 2019 ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിനായി അനുമതി വാങ്ങിയപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇതിനെ ചെമ്പ് തകിടുകൾ എന്ന് വിശേഷിപ്പിച്ച് യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് SIT കണ്ടെത്തുന്നു. ചെന്നൈയിൽ വെച്ച് യഥാർത്ഥ സ്വർണം മാറ്റി വളരെ കുറഞ്ഞ അളവ് മാത്രം ഉപയോഗിച്ച് നേർത്ത രീതിയിൽ സ്വർണം പൂശുകയും ബാക്കി സ്വർണം പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തു എന്നതാണ് SITയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ക്രമക്കേട് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഈ സ്വർണം പൂശലിന് 40 വർഷത്തെ വാറന്റി ഉണ്ട് എന്ന് കാണിച്ച് വ്യാജ സർട്ടിഫിക്കറ്റാണ് നൽകിയത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ ഈ സ്വർണ്ണപ്പാളി ഇളകി താഴെയുള്ള ചെമ്പ് പുറത്തു വന്നു എന്ന കാര്യവും കൂടിയാണ് SIT കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് 2023 ഇതിന് ഈ കുറ്റകൃത്യത്തിനായി ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് SIT കണ്ടെത്തുന്നത്. തട്ടിപ്പ് മറച്ചു വയ്ക്കാൻ വേണ്ടി വീണ്ടും സ്വർണം പൂശാനെന്ന വ്യാജേന വിഗ്രഹങ്ങൾ ചെന്നൈയിലേക്ക് മാറ്റാൻ സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തി. 2023 നവംബറിൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേറ്റയുടൻ സ്പോൺസർ അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റി. മാത്രമല്ല, ആ രീതിയിലുള്ള സ്വാധീനവും കൂടി ഉപയോഗിച്ചു എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതിയിൽ SIT വ്യക്തമാക്കുന്നത്.